നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളമാണ് എങ്ങും. രാജ്യത്ത് ഒരിക്കൽ കൂടി അധികാരത്തിലെത്താനുള്ള ജൈത്രയാത്രയിലാണ് BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം. ജനപ്രിയമായ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടും നടപ്പാക്കിക്കൊണ്ടും ഏറ്റവും ഒടുവിലായി പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയും ജനകീയമായ ഇടപെടൽ നടത്തിയും ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുമെന്ന് BJPയും NDAയും ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭൂരിപക്ഷം എത്രയുണ്ടാകുമെന്ന് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. BJP ഒറ്റയ്ക്ക് 370 സീറ്റ് പിടിക്കുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ NDA 400 എന്ന കടമ്പ കടക്കുമെന്നാണ് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. മറുഭാഗത്താകട്ടെ അതിദയനീയമാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റേത്. ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി രാജ്യം ചുറ്റുന്ന രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രഖ്യാപനങ്ങളാണ്. ആ പ്രഖ്യാപനങ്ങൾ രാജ്യത്തെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളിക്കളയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്ത്രീകൾക്ക് 50% സംവരണം സർക്കാർ ജോലികളിൽ. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ രാജ്യത്ത് അധികാരത്തിലെത്തിയാൽ സർക്കാർ ജോലികളിൽ 50% സംവരണം കൊണ്ടുവരുമെന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ്. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച ഒരു പാർട്ടി, ആ പാർട്ടി ഭരിച്ചപ്പോൾ ലോക്സഭയിലും പാർലമെന്റിലും അടക്കം എത്ര ശതമാനം സംവരണം സ്ത്രീകൾക്കുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കണം. അതുമാത്രവുമല്ല, എല്ലാ സ്ത്രീകൾക്കും അക്കൗണ്ടിലൂടെ 1 ലക്ഷം രൂപ. രാജ്യത്തെ എല്ലാ ജില്ലകളിലും സാവിത്രിഭായി ഫുലെയുടെ പേരിൽ വനിതാ ഹോസ്റ്റലുകൾ. എല്ലാ പഞ്ചായത്തുകളിലും സ്ത്രീകളുടെ പ്രശ്നപരിഹാരത്തിനായി വനിതാ വരണാധികാരികൾ. അംഗനവാടി ആശാ വർക്കർമാർ എന്നിവരുടെ ശമ്പളത്തിൽ വർധനവ എന്നിവ അടക്കം സ്ത്രീപക്ഷ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കുമിഞ്ഞുകൂടുന്നു കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ഇങ്ങനെ പ്രഖ്യാപനങ്ങളുടെ പെരുമഴയാണ്. ഈ പ്രഖ്യാപനങ്ങൾ അതിനു മുൻപത്തെ ദിവസവും ഉണ്ടായിരുന്നു. ആദിവാസികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു അന്നത്തെ പ്രഖ്യാപനങ്ങൾ. ഈ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഞായറാഴ്ച ഭാരത് ജോഡോ ന്യായ് യാത്ര സമാപിക്കുന്നത് വരെ ഉണ്ടാകും. പിന്നീട് ഈ പ്രഖ്യാപനങ്ങളൊക്കെ ചേർത്തതായിരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രിക. ഒന്നോർക്കണം, രാജ്യത്തെ പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ടും രാജ്യത്തെ മുഴുവൻ കുടുംബങ്ങളിലും ടോയ്ലറ്റ് സൗകര്യമെങ്കിലും കൊണ്ടുവരാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞോ? രാജ്യത്തെ എത്ര പതിറ്റാണ്ടുകൾ ഭരിച്ച പാർട്ടി രാജ്യത്തെ എത്രയോ വീടുകളിൽ പാചക ഗ്യാസ് ഉണ്ടായിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ എന്ന് ഇവർ പരിശോധിച്ചോ? നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അവർ പറഞ്ഞത് രാജ്യത്തെ എല്ലാ വീടുകളിലും കക്കൂസ് നിർമ്മിക്കുമെന്നാണ്. അന്ന് ആ പ്രഖ്യാപനത്തെ പുച്ഛിച്ച് തള്ളിയവരാണ് രാജ്യത്തെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്. കക്കൂസ് നിർമ്മിക്കാൻ ഇറങ്ങുന്ന ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടത്തെ സാഹചര്യമല്ല, കേരളത്തിലെ സാഹചര്യമല്ല, ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ സ്ത്രീകൾക്ക് മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ ഈ രാത്രി വരെ കാത്തിരിക്കേണ്ട അവസ്ഥ, നേരം പുലർന്നാൽ രാത്രി വരെ കാത്തിരിക്കേണ്ട അവസ്ഥ. അത്രയ്ക്കും ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് ആ ഗ്രാമങ്ങളിലെ സ്ത്രീകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് മോദി സർക്കാർ എല്ലാ കുടുംബങ്ങളിലും എല്ലാ വീടുകളിലും ടോയ്ലറ്റ് സൗകര്യം വേണമെന്ന നിർബന്ധം പിടിച്ചത്. അതിനുവേണ്ടി പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തി. ഇന്ന് 10 കോടിയിലധികം കുടുംബങ്ങളിൽ സ്വന്തമായി ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ആ സ്ത്രീകളുടെ മനസ്സ് നരേന്ദ്രമോദിക്കൊപ്പമാണ്. അന്ന് ആ പ്രഖ്യാപനങ്ങളെ തള്ളിക്കളഞ്ഞ കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രഖ്യാപനങ്ങളുമായി വീണ്ടും വരുന്നത്. അംഗൻവാടിയിലെ അധ്യാപകർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കും, ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കും. രാജ്യം അതിവേഗം പുരോഗമിക്കുകയാണ്. ലോകത്തിലെ സാമ്പത്തിക ശക്തിയാവാനുള്ള കുതിപ്പിലാണ് രാജ്യം. എന്നാൽ രാജ്യത്തെ കോൺഗ്രസ് ഇപ്പോഴും പതിറ്റാണ്ടുകൾ പുറകിലാണെന്നുള്ളത് അവരുടെ പ്രഖ്യാപനങ്ങളിലൂടെ വ്യക്തമാണ്. മറ്റൊരു കാര്യം, രാജ്യത്തെ എത്രയോ ലക്ഷം കുടുംബങ്ങളിൽ അടുപ്പ് എരിയുന്നത് തീയും പുകയും ഏറ്റുകൊണ്ടായിരുന്നു. അടുപ്പ് പുകയ്ക്കുന്ന സ്ത്രീകൾക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുമായിരുന്നുള്ളൂ. ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഒരു സർക്കാർ രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങളിലേക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകി. അതിനുവേണ്ടി സൗജന്യമായി ഗ്യാസ് കണക്ഷൻ ലഭിച്ചിരുന്ന ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള ആളുകളോട് പ്രധാനമന്ത്രി നേരിട്ട് അഭ്യർത്ഥിച്ചു,
നിങ്ങൾ നിങ്ങളുടെ സബ്സിഡി ഉപേക്ഷിക്കണം. നിങ്ങൾക്ക് സബ്സിഡി ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ആ സബ്സിഡി രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യണം. അതിലൂടെ കിട്ടുന്ന തുക കൊണ്ട് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന പാവപ്പെട്ടവരായ സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ കഴിയും. ഇത് വലിയൊരു പ്രഖ്യാപനമായിരുന്നു. അന്നും കോൺഗ്രസും ഇടതുപക്ഷവും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതിയെയും പ്രഖ്യാപനത്തെയും പുച്ഛിച്ചു തള്ളി. എന്നാൽ ഇന്നോ ഉത്തരേന്ത്യയിലടക്കം വടക്കേ ഇന്ത്യയിലടക്കമുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുടുംബങ്ങളിൽ ഇന്ന് സ്ത്രീകൾ സന്തുഷ്ടരാണ്. അവർക്ക് തീയും പുകയും ഏൽക്കേണ്ടി വരുന്നില്ല. അവർക്ക് അതിലൂടെ കടുത്ത രോഗബാധിതരാകേണ്ടി വരുന്നില്ല. അവരുടെ വീടുകളിൽ ഉജ്ജ്വൽ യോജന വഴി ഗ്യാസ് കണക്ഷൻ സൗജന്യമായി എത്തിയിരിക്കുന്നു. അപ്പോഴും 10 വർഷം മുമ്പേ ഉള്ള പ്രഖ്യാപനങ്ങളുമായി രാഹുൽ ഗാന്ധി ഇപ്പോഴും നിൽക്കുകയാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നത് നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ദാരിദ്ര്യരേഖയിലുള്ളവരെ അതിന് മുകളിൽ ഉയർത്താനുള്ള പദ്ധതികൾക്കൊപ്പം രാജ്യത്തെ സ്ത്രീകളെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി അംഗൻവാടി ടീച്ചർമാർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. രാജ്യത്തെ കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുന്നു. BJP നേതൃത്വം കൊടുക്കുന്ന NDA എതിരിടാൻ കഴിയാതെ, NDAക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എന്തൊക്കെയോ പുലഭ്യം പറയുന്ന, എന്തൊക്കെയോ പുലമ്പുന്ന കുറെ നേതാക്കൾ മാത്രമായി കോൺഗ്രസിന് നേതൃത്വം മാറിയിരിക്കുന്നു. പരിതാപകരമായ അവസ്ഥയാണ് രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെത്. പ്രതിപക്ഷ ഐക്യനിര എന്ന പേരിൽ ഇന്ത്യ മുന്നണി സഖ്യമെന്ന പേരിൽ തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കി തുടക്കത്തിലെ പാളിയിരുന്നു. ആ മുന്നണിയിൽ എല്ലാവർക്കും പ്രധാനമന്ത്രിയാകണം. മമതാ ബാനർജിക്ക് പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ട് ഉറങ്ങാനേ സമയമുള്ളൂ. അരവിന്ദ് കെജ്രിവാളിന് പ്രധാനമന്ത്രി കസേരയിൽ ഒന്നിരിക്കണം. ഒടുവിൽ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ മുന്നണിയിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് വന്നു. ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പ്രഖ്യാപനമില്ല, എന്തെങ്കിലും ഒരു വിഷനില്ല. രാജ്യത്തെ എങ്ങനെ നയിക്കണമെന്നുള്ള ദീർഘദൃഷ്ടിയില്ല, ചിന്തയില്ല. അങ്ങനെ ഒരു കൂട്ടുമുന്നണി, അങ്ങനെ കുറെ പാർട്ടികൾ എങ്ങനെയാണ് രാജ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ നയിക്കുക? ജനങ്ങൾക്ക് ഇക്കാര്യം ഏറെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞ് തെക്ക് നിന്ന് വടക്കോട്ടൊരു യാത്ര നടത്തിയ രാഹുൽ ഗാന്ധി പറഞ്ഞതെന്താണ്? BJP ഇതര രാഷ്ട്രീയ പാർട്ടികളെ, ഹൈന്ദവ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്നിച്ചുകൊണ്ട് ആ മുന്നണി രാജ്യം ഭരിക്കും. എന്നാൽ ആ മുന്നണി രാജ്യം ഭരിക്കാൻ പോയിട്ട് ഒന്ന് മത്സരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ BJP എതിർക്കാൻ കഴിയാതെ, BJPയുടെ വിജയം സുനിശ്ചിതമായത് അറിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിക്കൊണ്ട് സ്വയം അപഹാസ്യരായി മാറുകയാണ് രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനം.